എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് മെയിൻസിൻ്റെ പ്രിപ്പറേഷനെ കുറിച്ചാണ്. പേപ്പർ 2ൻ്റെ ചെറിയൊരു അനാലിസിസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. നിങ്ങൾക്ക് പ്രത്യേകിച്ച് വേറെ സോഴ്സൊക്കെ നിങ്ങൾക്ക് കിട്ടുവാണെങ്കിൽ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, വീഡിയോയിലോട്ട് പോകാം. പേപ്പർ 2ൽ നമുക്കറിയാം മൊഡ്യൂൾ 1 എന്ന് പറയുന്നത് പ്രിൻസിപ്പിൾസ് ഓഫ് അഡ്മിനിസ്ട്രേഷനാണ് സബ് ഹെഡിങ് വരുന്നത്. അതിൻ്റെ മെയിൻ ഹെഡിങ് എന്ന് പറയുന്നത് പ്രിൻസിപ്പിൾസ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് മാനേജ്മെൻറ്റ് ആണ്. അതിന് 10 മാർക്കാണ്. നമുക്കറിയാം ഇത് മോസ്റ്റ് ഓഫ് ഓൾ ഇതിൻ്റെ ടോപ്പിക്സ് വന്നിരിക്കുന്നത് ഇഗ്നോ യൂണിവേഴ്സിറ്റിയുടെ ബുക്സിൽ നിന്നാണ്. അപ്പോൾ മാക്സിമം നിങ്ങൾക്ക് അങ്ങനെ കിട്ടുവാണെങ്കിൽ അങ്ങനെ മേടിക്കുക. MBAയുടെ സിലബസിൽ വരുന്നുണ്ട് കേട്ടോ. നമ്മുടെ മാനേജ്മെൻറ്റ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ ഉണ്ടല്ലോ, അതിൻ്റെ സിലബസിലും വരുന്നുണ്ട് ഈ ഒരു പബ്ലിക് അഡ്മിനിസ്ട്രേഷനെ കുറിച്ച്. പിന്നെ ഉള്ളത് BComൻ്റെ ടെക്സ്റ്റ് ബുക്കിലും ഇത് വരുന്നുണ്ട്, മാനേജ്മെൻറ്റ് അഡ്മിനിസ്ട്രേഷൻ. പിന്നെ നമുക്ക് പറയാനുള്ളത് +1 +2ൻ്റെ ബിസിനസ് സ്റ്റഡീസിലും ഇത് വരുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് മാക്സിമം പറ്റുന്ന ഏതാണെന്ന് വെച്ചാൽ അങ്ങനെ നോക്കുക. പിന്നെ അതിൻ്റെ ബുക്സിനെ കുറിച്ച് ഞാൻ പറയാം. അതിൻ്റെ ബുക്സ് എന്ന് പറയുന്നത് പ്രിൻസിപ്പിൾസ് ഓഫ് പ്രാക്ടീസ് ഓഫ് മാനേജ്മെൻറ്റ് എല്ലാം പ്രസാദിൻ്റെ തന്നെ 2 കവർ പേജുള്ള ബുക്ക് കിട്ടും കേട്ടോ. അതിൽ ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് ഉപയോഗിക്കാം. പിന്നുള്ളത് എസെൻഷ്യൽസ് ഓഫ് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ് K. സുന്ദറിൻ്റെ ബുക്കും ഉണ്ട്. അപ്പോൾ രണ്ടും വാല്യൂബിൾ ആയിട്ടുള്ള ബുക്സാണ്. നിങ്ങൾക്ക് ഏത് ബുക്സാണ് യൂസ്ഫുൾ ആവുന്നതെന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു ടെക്സ്റ്റ് മേടിച്ച് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. കൂടുതലും ഇഗ്നോയുടെയാണ് നമുക്ക് യൂസ് ചെയ്യുന്നത്. മാക്സിമം നിങ്ങളത് യൂസ് ചെയ്യാൻ നോക്കുക. പിന്നുള്ളത് നമ്മുടെ സെക്കൻഡ് മൊഡ്യൂളാണ്. സെക്കൻഡ് മൊഡ്യൂളിൽ നമ്മുടെ മാനേജ്മെൻറ്റ് ആൻഡ് ഡെഫിനിഷൻ ഇമ്പോർട്ടൻസ് അതിൻ്റെ തന്നെ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റിൻ്റെ 10 മാർക്കാണ്. അത് ഇവാലുവേഷൻ ഓഫ് മാനേജ്മെൻറ്റ് തോട്ട്സ് മാനേജ്മെൻറ്റ് അഡ്മിനിസ്ട്രേഷൻ തന്നെയാണ് ഇതിലും വരുന്നത്. ഇതിൽ നമുക്ക് ഈ ടെക്സ്റ്റ് തന്നെ യൂസ്ഫുൾ ആണ്. എസെൻഷ്യൽ ഓഫ് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ് K. സുന്ദറിൻ്റെ ബുക്കോ അല്ലെങ്കിൽ നമ്മുടെ KLM പ്രസാദിൻ്റെ ബുക്കോ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അടുത്ത് നമുക്ക് നോക്കാം കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യയാണ്. നമ്മുടെ പ്രിലിംസ് പേപ്പർ ഫസ്റ്റിൽ നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ വലുതായിട്ടില്ല. പേപ്പർ സെക്കൻഡിലാണ് ഒരുപാട് തന്നിട്ടുള്ളത്. അപ്പം നിങ്ങൾ വാസ്റ്റ് ആയിട്ടുള്ള ഏരിയയാണ്. മാക്സിമം നിങ്ങളിത് പഠിച്ച് തന്നെ പോവുക. കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ നമുക്ക് 12 മാർക്കാണ് കോൺസ്റ്റിറ്റ്യൂഷൻ സ്ട്രക്ചറിന് വരുന്നത്. മാക്സിമം നമുക്ക് മൊത്തത്തിൽ നമുക്ക് 20 മാർക്കുണ്ട്. മാക്സിമം നമുക്ക് കിട്ടുന്നതെല്ലാം ഏതൊക്കെ സോഴ്സസ് ഉണ്ടോ അതങ്ങനെ നോക്കി മാക്സിമം പഠിക്കാം. പിന്നെ നമുക്കൊരു പൊതുവായിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ലക്ഷ്മികാന്തിൻ്റെ ഇന്ത്യൻ പൊളിറ്റി മാത്രം മതിയാവും ഇത് മാക്സിമം കവർ ചെയ്യാനായിട്ട്. കാര്യം ഇതിൻ്റെ ഈ തന്നിരിക്കുന്ന നമുക്ക് ഈ ഓരോ ലൈൻ ബൈ ലൈനായിട്ട് തന്നിരിക്കുന്ന ടോപ്പിക്സ് എല്ലാം ഇതിൻ്റെ സബ് ഹെഡിങ് ആയിട്ട് വരുന്നതാണ് കേട്ടോ. ഇന്ത്യൻ പൊളിറ്റി ലക്ഷ്മികാന്തിൻ്റെ ഇന്ത്യൻ പൊളിറ്റിയിൽ സബ് ഹെഡിങ് ആയിട്ട് തന്നെ ഉണ്ട് ഈ ടോപ്പിക്സ് എല്ലാം നമുക്ക് ഈ തന്നിരിക്കുന്ന എല്ലാം. മാക്സിമം നിങ്ങൾ ഈ ബുക്ക് തന്നെ മേടിച്ച് ഉപയോഗിക്കാം. പിന്നുള്ളത് ഹെഡിങ്സ് അതെല്ലാം അതുപോലെ വന്നിട്ടുണ്ട്. ഇത് തന്നെ യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ. പിന്നുള്ളത് നമുക്ക് ഒരു ചാർട്ട് കിട്ടും കേട്ടോ. ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യയുടെ ഒരു ലാമിനേറ്റഡ് ചാർട്ട് കിട്ടും. അത് UPSCയുടെ വോൾ ചാർട്ടാണ്. കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ എന്ന് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് UPSC വോൾ ചാർട്ട് കിട്ടിയാൽ നോക്കിയാൽ ഇങ്ങനെ കിട്ടും. അപ്പോൾ മാക്സിമം നിങ്ങൾ ഇങ്ങനെ ഒരു ലാമിനേറ്റഡ് വേർഷൻ ഉപയോഗിക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഏതൊക്കെയാണെന്ന് ലൈൻ ബൈ ലൈനായിട്ട് ഓർഡറായിട്ട് കിട്ടും. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ മാത്രമല്ല വേൾഡ് മാപ്പും കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ, ഹിസ്റ്ററി ഓഫ് ഇന്ത്യ, ഇങ്ങനെ എല്ലാത്തിൻ്റെയും ലാമിനേറ്റഡ് വേർഷൻ കിട്ടാവുന്നതാണ്. നിങ്ങൾ സൈറ്റിൽ ചെക്ക് ചെയ്താൽ മതി. ടൈപ്പ് ചെയ്ത് കൊടുത്താൽ ഇത് കിട്ടും കേട്ടോ. അടുത്ത് നമുക്ക് നോക്കാം എന്താണ്. അടുത്തതിൽ നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ സ്ട്രക്ചർ കഴിഞ്ഞു ഇല്ലേ. കോൺസ്റ്റിറ്റ്യൂഷൻ മൊഡ്യൂൾ 3 കഴിഞ്ഞു. അടുത്ത നമ്മുടെ മൊഡ്യൂൾ 4 സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻ അണ്ടർ ദ കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെയാണ്. ആ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ കുറച്ചും കൂടെ വാസ്റ്റ് ആയിട്ടുള്ള ഏരിയയിൽ 8 മാർക്ക്, അങ്ങനെയാണ് 20 മാർക്സ് ഞാൻ പറഞ്ഞത്. അപ്പം അതിൽ നമുക്ക് ഈ ടെക്സ്റ്റ് തന്നെയാണ് ഉപയോഗിക്കാം. പിന്നെ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ ഇന്ത്യയുടെ ചാർട്ട് നമുക്ക് ഉപയോഗിക്കുന്നതാണ് കേട്ടോ. അപ്പം റിലേഷൻ ബിറ്റ്വീൻ യൂണിയൻ ആൻഡ് സ്റ്റേറ്റ്സ് ഉണ്ട്, ലെജിസ്ലേറ്റീവ് റിലേഷൻസ് ഉണ്ട്, അഡ്മിനിസ്ട്രേഷൻ ഉണ്ട്, ഇങ്ങനെ കുറേ കാര്യങ്ങൾ അതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം മാക്സിമം നിങ്ങൾ ഇതിനകത്ത് കുറേ കറണ്ട് അഫയേഴ്സ് വരാവുന്നതാണ്. അപ്പം 73, 74th അമെൻമെൻറ്റ്സ് ഒക്കെ വരും. ഒരുപാട് PYQസിൽ അമെൻമെൻറ്റ്സ് ഒത്തിരി വന്നിട്ടുണ്ട്. പിന്നെ ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റിനെ കുറിച്ച് പഠിക്കേണ്ടതാണ് ഇതിന്. പിന്നെ മാക്സിമം നമ്മൾ NCERTയിലെ 8 മുതൽ 12ാം ക്ലാസ് വരെ പൊളിറ്റിക്കൽ സയൻസിൻ്റെയും സിവിക്സിൻ്റെയും പാഠഭാഗം ഇതിന് യൂസ്ഫുള്ളാണ് കേട്ടോ. അപ്പം ഈ ഒരു മൊഡ്യൂൾ 4 NCERT 8 മുതൽ 12 വരെ മാക്സിമം നിങ്ങൾ കവർ ചെയ്യുക. പിന്നെ നമ്മുടെ കറണ്ട് അഫയേഴ്സ് തന്നെ അമെൻമെൻറ്റ്സിൻ്റെ കറണ്ട് അഫയേഴ്സും നോക്കി പോവുക. അടുത്ത നമുക്ക് നോക്കാം ഒബ്ജക്റ്റീവ് ഇൻഡിപെൻഡൻറ്റി ഉണ്ട് കേട്ടോ. അതിൽ നമുക്ക് ഈ ഒരു സംഭവം തന്നെയാണ് കിട്ടുന്നത്. അതും ലക്ഷ്മികാന്തിൻ്റെ തന്നെയാണ്. നിങ്ങൾക്ക് ഏത് വഴി ഇത് വേണമെങ്കിലും ബുക്ക് വേണമെങ്കിലും മേടിച്ച് യൂസ് ചെയ്യാം. ഓക്കെ, നമുക്ക് അടുത്ത് നോക്കാം. കേരള മോഡൽ ഇക്കോണമി ആൻഡ് ഡെവലപ്മെൻറ്റ് ആണ്. കേരള ഇക്കോണമിയുടെ 15 മാർക്കാണ്. അതിൽ കേരളാസ് ഇക്കോണമി സിൻസ് ഇൻഫോർമേഷൻ ഓഫ് ദ സ്റ്റേറ്റ് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്, അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മുടെ എക്കോണമി ഗ്രോത്ത്, ടൂറിസം ഉണ്ട്, മിനറൽസ്, മൈഗ്രേഷൻ, എഡ്യൂക്കേഷൻ, അങ്ങനെ കുറച്ച് ടോപ്പിക്സ് നമുക്ക് തന്നിട്ടുണ്ട്. അതിൽ നമുക്ക് ലാൻഡ് റിഫോംസിനെ കുറിച്ചുണ്ട്. കൂടുതൽ നമ്മൾ ഇതിൻ്റെ കറണ്ട് അഫയേഴ്സ് കൂടുതൽ നോക്കേണ്ടതാണ് അതിൻ്റെ കേരള ഇക്കോണമിയുടെ. അതിൽ നമുക്ക് കറണ്ട് അഫയേഴ്സ് ആണെങ്കിൽ നമുക്ക് അതിൻ്റെ കേരളത്തിൻ്റെ നമ്മുടെ സൈറ്റിൽ ചെക്ക് ചെയ്ത് 2023 ഇക്കോണമിക് റിവ്യൂ എന്നും പറഞ്ഞൊരു പ്ലാനിംഗ് ബോർഡിൻ്റെ ഒരു റിവ്യൂ കിട്ടും. അത് നമുക്ക് യൂസ്ഫുള്ളാണ്. അതിൽ വാല്യൂ ജനുവരി 2024
മാക്സിമം അത് വന്നതാണ്. 2023 ഒരു അവലോകനമാണ് തന്നിരിക്കുന്നത്. അതിൻ്റെ മലയാളം ഇംഗ്ലീഷും വേർഷൻ ഉണ്ടെങ്കിൽ അങ്ങനെ രണ്ടായിട്ട് കിട്ടും. അങ്ങനെ മാക്സിമം അത് വാങ്ങിച്ച് ഉപയോഗിക്കുക. നിങ്ങൾക്ക് എക്കണോമിക് റിവ്യൂ കിട്ടാനായിട്ട് വളരെ സഹായിക്കുന്നതാണ്. പിന്നെ ഉള്ളത് കേരളാസ് എക്കോണമിയുടെ തന്നെ പെർഫോമൻസ് പ്രോബ്ലംസ് പ്രോസ്പെക്ട്സ് എന്ന് പറഞ്ഞൊരു ടെക്സ്റ്റ് ബുക്ക് ഉണ്ട്. അതിൽ നമുക്ക് സൈറ്റിൽ ചെക്ക് ചെയ്യാതെ കിട്ടുന്നതാണ്. പിന്നെ കേരള ഇക്കോണമിയുടെ തന്നെ ഡിസ്കവറിങ് ദ എക്കോണമി ഓഫ് കേരള എന്ന് പറഞ്ഞൊരു ബുക്കുണ്ട് കേട്ടോ. ഇതിനെല്ലാം ഉപയോഗിക്കാം. പിന്നെ അതിൻ്റെ തന്നെ കേരള ഇക്കോണമി ഡെവലപ്മെൻറ്റിൻ്റെ എമേർജിങ് ഇഷ്യൂസ് ആൻഡ് ചാലഞ്ചസ് എന്ന് പറഞ്ഞൊരു ബുക്ക് കിട്ടും. അങ്ങനെ 2-3 ബുക്ക് ഇതിന് വേണ്ടിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഇന്ത്യൻ എക്കോണമി നമ്മൾ കറക്റ്റായിട്ട് നോക്കണം. കേരള എക്കോണമി മാത്രമല്ല, ഇന്ത്യൻ ഇക്കോണമി കൂടെ നോക്കണം. അതിൽ നമുക്ക് രമേഷ് സിംഗിൻ്റെ ഇന്ത്യൻ ഇക്കോണമിയാണ് യൂസ്ഫുൾ ആയിട്ടുള്ളത്. മാക്സിമം അത് മേടിച്ച് യൂസ് ചെയ്യുക കേട്ടോ. അടുത്ത് നമുക്ക് നോക്കാം, മൊഡ്യൂൾ 6 ആണ്, കേരള മോഡൽ ഡെവലപ്മെൻ്റ് ആണ്. അതിൽ കേരള മോഡൽ ഓഫ് ഡെവലപ്മെൻറ്റ്, എവല്യൂഷൻ, സിഗ്നിഫിക്കൻറ്റ് ഫീച്ചേഴ്സ്, അഡൾട്ട് ലിറ്ററസി, ലൈഫ് എക്സ്പെക്റ്റൻസി, ഇൻഫൻറ്റ് മോർട്ടാലിറ്റി, അങ്ങനെ ബർത്ത് റേറ്റ്, അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് നമുക്ക് തന്നിട്ടുള്ളത്. മാക്സിമം അത് നമുക്ക് പഠിക്കാൻ പറ്റുന്ന ബുക്കുകളെന്ന് പറഞ്ഞാൽ ഡെവലപ്മെൻറ്റ്, ഡെമോക്രസി ആൻഡ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞിട്ടൊരു കെ രവി രാമൻ്റെ ഒരു ബുക്ക് കിട്ടും. അങ്ങനെ ഉണ്ടെങ്കിൽ അത് മേടിച്ച് യൂസ് ചെയ്യാം നിങ്ങൾക്ക്. പിന്നുള്ളത് കെ ജോർജിൻ്റെ ലിമിറ്റ്സ് ടു കേരള മോഡൽ ഓഫ് ഡെവലപ്മെൻറ്റ് കിട്ടും. അതും വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നുള്ള ബുക്കെന്ന് പറയുന്നത് കേരളാസ് ഡെവലപ്മെൻറ്റ് ഇഷ്യൂസ് ഇൻ ദ ന്യൂ മില്ലേനിയം എന്ന് പറഞ്ഞത് BA പ്രകാശിൻ്റെയും BR പ്രഭാകരൻ നായരുടെയും രണ്ടും കൂടെ കോമ്പിനേഷൻ ആയിട്ടുള്ള ഒരു ബുക്കുണ്ട്. മാക്സിമം നിങ്ങൾ അത് വേണമെങ്കിലും അത് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ 3 ടെക്സ്റ്റുകൾ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഏതാണ് നിങ്ങൾക്ക് വാല്യൂ ആയിട്ട് തോന്നുന്നത് കൂടുതൽ ഉപയോഗിക്കാം. രവിരാമൻ്റെ നല്ല ബുക്കാണ്. മാക്സിമം നിങ്ങൾ അത് മേടിച്ചിട്ട് നമ്മുടെ കേരള മോഡൽ ഡെവലപ്മെൻറ്റ് പഠിക്കാവുന്നതാണ്. അടുത്ത് നമുക്ക് നോക്കാം, മോഡൽ 7 ആണ്, മൊഡ്യൂൾ 7 അത് എൻവയോൺമെൻറ്റ്, ക്ലൈമറ്റ്, ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആണ്. അത് ബേസിക് കോൺസെപ്റ്റ്സ് ആണ്. എക്കോ സിസ്റ്റത്തിൻ്റെയൊക്കെ ബയോഡൈവേഴ്സിറ്റിയെ കുറിച്ച്, വാട്ടർ, എയർ, സോയിൽ, കണ്ടാമിനൻസ്, അങ്ങനെ കുറേ പെസ്റ്റിസൈഡ്സ്, അങ്ങനെ കുറേ കാര്യങ്ങൾ തരുന്നുണ്ട്. അതിൽ നമുക്ക് എൻവയോൺമെൻറ്റൽ ഇമ്പാക്റ്റ് എന്ന് പറയുന്നതിൽ നമുക്ക് UPSCയുടെ സിലബസ് തന്നെയാണ് അത്. അപ്പം UPSCയുടെ നിങ്ങൾ പഠിക്കുന്ന പിള്ളേരുടെ ബുക്ക് ഉണ്ടെങ്കിൽ അങ്ങനെ മേടിക്കാം. അല്ലെങ്കിൽ നമുക്ക് സൈറ്റ് ചെക്ക് ചെയ്യാൻ നമുക്കത് കിട്ടും കേട്ടോ. ഈ മൊഡ്യൂൾ 7 തന്നെ അതിൽ ക്ലൈമറ്റ്, ഡിസാസ്റ്റർ മാനേജ് ഇതെല്ലാം കിട്ടും. പിന്നെ കേരളത്തിൻ്റെ തന്നെ നമ്മുടെ റിവേഴ്സ് ഓഫ് കേരള ഉണ്ട്, ബയോഡൈവേഴ്സിറ്റി ഉണ്ട്, വൈൽഡ് ലൈഫ് സാങ്ച്വറി, ഗ്രീൻ ഓഡിറ്റിംഗ് ഇതെല്ലാം കുറേ കാര്യങ്ങൾ നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ എൻവയോൺമെൻറ്റൽ ലോസ് ഇൻ ഇന്ത്യ എന്ന് പറയുന്നത് അതിനകത്തൊരു നമുക്കൊരു ടോപ്പിക്കാണ്, എൻവയോൺമെൻറ്റൽ ലോസ് ഇൻ ഇന്ത്യ. അത് നമുക്ക് UPSCക്ക് പഠിക്കാനുള്ള ഒരു ടോപ്പിക്കാണ്. മാക്സിമം നിങ്ങൾ അതും കൂടെ ഒന്ന് യൂസ്ഫുൾ ആക്കുക. അതിൽ നമുക്ക് ടെക്സ്റ്റ് കിട്ടും. ശങ്കർ IAS അക്കാഡമിയുടെ എൻവയോൺമെൻറ്റിൻ്റെ ഒരു 10th എഡിഷൻ എന്ന് പറഞ്ഞൊരു ബുക്ക് കിട്ടും. വേണമെങ്കിൽ അത് നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ ഉള്ളത് എൻവയോൺമെൻറ്റൽ ഇക്കോളജി, ബയോഡൈവേഴ്സിറ്റി, ക്ലൈമറ്റ് ചേഞ്ച് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ്, രവി പി ഗ്രഹാരിയുടെ ഒരു ബുക്ക് കിട്ടും കേട്ടോ, UPSCയുടെ. പിന്നെ ഇതുപോലത്തെ ബുക്സിൻ്റെ തന്നെ പ്രിലിംസും മെയിൻസും ഒക്കെ UPSCയുടെ കാർക്ക് വേണ്ടിയിട്ട് ബുക്സ് ഇറക്കുന്നുണ്ട്. അതിൻ്റെ തന്നെ ഒരു ക്വസ്റ്റ്യൻ മോഡലും ഒക്കെ ഇറക്കുന്നുണ്ട്. സൈറ്റിൽ ചെക്ക് ചെയ്താൽ കിട്ടും. മാക്സിമം അത് ഉപയോഗിച്ച് ഉപയോഗിക്കാം. പിന്നെ ഇന്ത്യയുടെ ജോഗ്രഫി കൂടെ നമ്മൾ അതിൻ്റെ കൂടെ നോക്കി പോകേണ്ടതാണ്. അത് മജീദ് ഹുസൈൻ്റെ ജോഗ്രഫി ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞൊരു ബുക്കാണ്. മാക്സിമം അതും കൂടെ മേടിക്കാൻ പറ്റുകയാണെങ്കിൽ മേടിക്കുക. നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൻ്റെ ഒരു കൺക്ലൂഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ മേടിക്കാൻ പറ്റുന്നവർ മേടിച്ച് യൂസ് ചെയ്യുക എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. പിന്നെയുള്ള നമുക്ക് നോക്കാം, മൊഡ്യൂൾ 8 ആണ്. അത് ഡിസാസ്റ്റർ, നാച്ചുറൽ ആൻഡ് ആന്ത്രോപോഗണിക് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ്, ഡിസാസ്റ്റർ മാനേജ് ഓഫ് സൈക്കിൾ മൈഗ്രേഷൻ എന്നൊക്കെ മിറ്റിഗേഷൻ എന്ന് പറഞ്ഞ നമുക്കൊരു ടോപ്പിക്കുണ്ട്. അതിൽ തന്നെ നാഷണൽ ഡിസാസ്റ്റർ റെസ്പോൺസ് ഫോഴ്സിൻ്റെയും DDMAയുടെയൊക്കെ കുറേ കാര്യങ്ങൾ വരുന്നുണ്ട് കേട്ടോ. നാഷണലും വരുന്നുണ്ട്, നമ്മുടെ കേരളത്തിൻ്റെയും നമുക്ക് പഠിക്കാം. അതിൽ കേരളത്തിൻ്റെ നമ്മൾ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അറിയുകയാണെങ്കിൽ നമ്മൾ മാർച്ച് 2022 ഒരു 14-5 ഇയർ പ്ലാൻ പോലെ നമ്മുടെ കേരളത്തിൻ്റെ ഇറക്കിയിട്ടുണ്ട്. അത് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആണ്, ഗവൺമെൻറ് ഓഫ് കേരളയുടെയാണ്, പ്ലാനിംഗ് ബോർഡ് ഇറക്കിയതാണ്. നമുക്കത് മാക്സിമം യൂസ് ചെയ്യാം. പിന്നുള്ളത് ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് കേരള പ്രിപ്പയർഡ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് പ്ലാൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു നമുക്കായി എന്ന് പറഞ്ഞിട്ട് ഒരു ഡോക്യുമെൻ്റ് പോലെ ഒരു ബുക്ക് ഇറക്കിയിട്ടുണ്ട്. അത് നമുക്ക് PDF ഡൗൺലോഡ് ചെയ്ത് പ്രിൻ്റ് എടുക്കുക, അങ്ങനെ എന്തെങ്കിലും പഠിക്കാം. ഇതിനകത്തെല്ലാം സ്കീംസും ഇതിൻ്റെ ഡിസാസ്റ്ററിനെ കുറിച്ചുള്ള കുറേ കാര്യങ്ങളും എല്ലാം ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സ്കീംസും ഒക്കെ നമുക്ക് പഠിക്കണം എന്നുണ്ടെങ്കിൽ നല്ല നല്ല പുതിയ നമുക്ക് അറിഞ്ഞുകൂടാത്ത കുറേ സ്കീംസിൻ്റെ കാര്യങ്ങൾ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. മാക്സിമം നിങ്ങൾ ഇതും കൂടെ യൂസ് ചെയ്യാം. പിന്നെ നമ്മുടെ ഇന്ത്യയുടെ ഡിസാസ്റ്ററിൻ്റെ മാത്രം ഒന്നും ഞാൻ എടുത്തിട്ടില്ല, അതും കൂടെ നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നമുക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ. അടുത്തത് മൊഡ്യൂൾ 9 ആണ്. അത് ഗവേണൻസിൻ്റെ ആണ്. നമുക്കറിയാം നമ്മുടെ LSGSൻ്റെ ഒരു മെയിൻ ടോപ്പിക്സ് തന്നെയാണ്. അപ്പോൾ അത് പഠിച്ചവർക്ക് എളുപ്പമായിരിക്കും ഈ ഗവേണൻസ് ഒക്കെ പഠിക്കാനായിട്ട്. അതിനകത്ത് തന്നെ IT Act 2000 പിന്നെ ഇൻഫർമേഷൻ സെക്യൂരിറ്റിയുടെ അതൊക്കെ വന്നിട്ടുണ്ട്, ഡേറ്റ പ്രൈവസി ഒക്കെ വന്നിട്ടുണ്ട്. മാക്സിമം ഈ ഗവേണൻസിൻ്റെ നിങ്ങൾക്ക് കിട്ടും, ഇത് കിട്ടും കേട്ടോ, ബുക്ക് കിട്ടും. അതിൽ നമുക്ക് നോക്കാം. അത് BPAG 173യുടെ ഈ ഗവേണൻസിൻ്റെ ഒരു ബാച്ചിലർ ഓഫ് ആർട്സിൻ്റെ ഒരു ബുക്കുണ്ട്.
അത് മേടിച്ച് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഈ ഗവേണൻസിനെ കുറിച്ച് ഡീറ്റെയിൽസ് കിട്ടാൻ അതിൻ്റെ തന്നെ 2 വേർഷനാണ്. ഒന്ന് നീരജിൻ്റെയാണ്. അപ്പം രണ്ടും നിങ്ങൾക്ക് യൂസ്ഫുള്ളാണ്. ഏതാണ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് വെച്ചാൽ അങ്ങനെ മേടിച്ച് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. 2 ബുക്കുണ്ട്. രണ്ടും കവർ പേജിൻ്റെ വ്യത്യാസമുണ്ട്, പിന്നെ അവരുടെ ഓതറിൻ്റെ വ്യത്യാസമുണ്ട്. ഈ ബുക്സിൻ്റെ ഒക്കെ ഒരു ചെറിയൊരു വ്യത്യാസങ്ങളെ വരുന്നുള്ളൂ. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളത് പിന്നെ റേറ്റ് കുറഞ്ഞത് നിങ്ങൾക്ക് എത്രത്തോളം മേടിക്കാൻ പറ്റുമെന്ന് നമുക്കറിയത്തില്ലല്ലോ. അങ്ങനെ എത്രത്തോളം റേറ്റ് കുറഞ്ഞത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കി കറക്റ്റായിട്ടൊരു അനാലിസിസ് നടത്തിയിട്ട് മാക്സിമം നിങ്ങൾ മേടിക്കുക. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ സോഴ്സസൊക്കെ എന്നെ അറിയിക്കാവുന്നതാണ്. മാക്സിമം നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന രീതിയിലെല്ലാം ഇതുപോലെ മേടിച്ച് യൂസ് ചെയ്യുക. അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഞാൻ പറഞ്ഞിരുന്നു, ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം നിങ്ങൾ സെലക്ട് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ എടുത്ത് ഉപയോഗിക്കാം. അതാകുമ്പോൾ ഇത്രയും ബുക്കുകൾ നമുക്ക് ഓടിത്തപ്പി പോകേണ്ട കാര്യമില്ല. കുറച്ച് കാര്യങ്ങൾ നമുക്ക് തരുന്നത് മാത്രം കവറപ്പ് ചെയ്ത് പോകാവുന്നതേ ഉള്ളൂ. അപ്പം നിങ്ങളുടെ സജഷനാണ്, നിങ്ങളുടെ ചോയ്സാണ്. അപ്പം നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ അങ്ങനെ ചെയ്യുക. ഓക്കെ, അപ്പം നെക്സ്റ്റ് വീഡിയോ കാണാം. എല്ലാവരും പഠിക്കുക, പ്രാർത്ഥിക്കുക. ഓൾ ദി ബെസ്റ്റ്. ബൈ.